ഏലപ്പാറ ടൗണിലെ ലോഡ്ജ് മുറിയിൽ കോതമംഗലം കുട്ടൻപുഴ സ്വദേശി മനു ജോസഫിനെ കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞ വെസ്റ്റ് ബംഗാൾ നാദിയ സ്വദേശി സൈഫുദ്ദീൻ മണ്ഡലിനെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പീരിമേട് പോലീസ് പിടികൂടിയത്. ഏലപ്പാറ ടൗണിലെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ ഒരാഴ്ചയായി മനു ജോസഫും സൈഫുദ്ദീനും ജോലി ചെയ്തു വരികയായിരുന്നു. ലോഡ്ജിലായിരുന്നു താമസം. മനു ജോസഫിനെ താമസ സ്ഥലത്ത് തലയ്ക്കും മുഖത്തും മാരകമായി പരിക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ ഒപ്പമുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്താനാകാത്തത് സംശയത്തിന് ഇടയാക്കി. കൊല്ലപ്പെട്ടയാളെക്കുറിച്ചോ കൂടെയുണ്ടായിരുന്ന ആളെക്കുറിച്ചോ തുടക്കത്തിൽ വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നില്ല. പീരിമേട് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സാജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഊർജിതമായ ശാസ്ത്രീയ അന്വേഷണങ്ങൾക്ക് ഒടുവിലാണ് പ്രതി സൈഫുദ്ദീൻ മണ്ഡലാണെന്ന് തിരിച്ചറിഞ്ഞത്. പ്രതി നാട്ടിലേക്ക് കടക്കുവാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്താൽ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു. കോട്ടയം ജില്ലാ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ നീക്കത്തിനൊടുവിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. മറ്റേയാളും കൊല്ലപ്പെട്ടയാളും ഈ ഹോട്ടലിൽ കുറേ നാളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ മദ്യപിച്ച് കഴിഞ്ഞ ദിവസം പ്രശ്നമുണ്ടായ ദിവസം ഈ കൊല്ലപ്പെട്ടയാൾ ജോലിക്ക് പോയിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. നേരെ മദ്യപിക്കായിരുന്നു. ഇയാൾ രാത്രി 11 മണിക്ക് ജോലി ചെയ്യുമ്പോൾ ഒരുപാട് ചെയ്യാം മദ്യപിച്ചതിൻ്റെ അവസ്ഥകൾ പങ്കെടുത്തായി. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ ഇയാൾ കത്തിയെടുത്ത് അയാൾ പുറത്ത് കുത്തി 5 വട്ടം കുത്തി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അയാൾ താഴെ വീണപ്പോൾ മുഖത്ത് ചവിട്ടി പരിക്കേൽപ്പിച്ച് അയാൾ മരണം ഉറപ്പാക്കിയതിന് ശേഷം ഒരു വെളുപ്പിനെ 3 മണിയോടുകൂടി ഇവിടുന്ന് ബസ്സിൽ കയറി പോയതാണ് മനസ്സിലായത്. ഇയാളുടെ പേരോ വിലാസമോ ഫോൺ നമ്പറോ ഒന്നും തന്നെ ഈ ഹോട്ടലുകാരുടെ കൈവശമോ ഈ നാട്ടുകാരുടെ കൈവശമോ ആദ്യം തന്നെ ഇല്ലായിരുന്നു. അത് നമുക്കൊരു വെല്ലുവിളിയായിരുന്നു. അതിനുശേഷം ഈ CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ച് ചില ക്ലൂ ലഭിച്ചതിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ കോട്ടയം പോലീസ് സഹായത്തോടുകൂടി ഈ പ്രതിയെ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ഫെസ്റ്റൂൺ ന്യൂസ്, ഏലപ്പാറ.